രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. തൃക്കാക്കര മണ്ഡലത്തിലാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ വ്യാപകമായി വോട്ടുകൾ വെട്ടിമാറ്റുവാനുള്ള BJP സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസ് ജനകീയ പ്രതിരോധം തീർക്കുന്നത്. MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് സ്പെഷ്യൽ ഇന്റൻസീവ് റിമൂവൽ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഹിന്ദുപത്രം അതിൻ്റെ മുഖപ്രസംഗത്തിൽ എഴുതിയത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ഒരു അസംബന്ധ നാടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പറക്കാല പ്രഭാകരൻ്റെ ഒരു നിരീക്ഷണം, ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ചുള്ള നിരീക്ഷണം ഇങ്ങനെയായിരുന്നു: ബ്ലഡ്ലെസ് പൊളിറ്റിക്കൽ ജനോസൈഡ്, രക്തരഹിതമായ രാഷ്ട്രീയ വംശഹത്യ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 24 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. തൃക്കാക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ വോട്ടർ പട്ടികയിലെ പുതിയ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നതെന്ന് വിശദമായി ചർച്ച ചെയ്തു. വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവം ആളുകളെ പുറത്താക്കുന്നതിനായി തയ്യാറാക്കിയ ADS ലിസ്റ്റിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പരിപാടിയിൽ ഉയർന്നു വന്നത്. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെന്നും ജോലി ആവശ്യങ്ങൾക്കോ മറ്റോ താൽക്കാലികമായി മാറി നിൽക്കുന്നവരെ നാട് വിട്ടുപോയവരെന്നും രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിഷയത്തിൽ വിദഗ്ധമായ ക്ലാസ് നയിച്ച ഡോക്ടർ ജോമി നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ എങ്ങനെയാണ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് വിശദീകരിച്ചു. കോടതി വഴി മാത്രം ഇത്തരം പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ സാധിക്കില്ലെന്നും പ്രാദേശിക തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഈ അട്ടിമറി തടയാനാകൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. BJP സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നതെന്ന് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് ഒഴിവാക്കണമെങ്കിൽ പാലിക്കേണ്ട കൃത്യമായ നിയമദൂരങ്ങൾ പാലിക്കാതെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെതിരെ ശക്തമായ ജനവികാരം ഉയർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുണ്ടോ എന്ന് പരിശോധിക്കാനും അന്യായമായ പേര് വെട്ടിമാറ്റപ്പെടുവാൻ ഉടൻ തന്നെ പരാതി നൽകുവാനും MLA ഉമാ തോമസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഈ ഇന്റൻസീവ് റിവിഷനെ കുറിച്ച്, അത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിമൂവൽ എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുമാറ് ഒരു ക്ലാസ്സാണ് എടുത്തത്. അതായത് രാഷ്ട്രീയത്തിൽ നമ്മൾ ആഗ്രഹിച്ച, നമ്മളുടെ മഹാത്മാഗാന്ധിയൊക്കെ ആഗ്രഹിച്ച അർഹതയുള്ള എല്ലാവർക്കും വോട്ടവകാശം വേണം എന്നും അനർഹരെ ഒഴിവാക്കണം എന്നും ഉള്ള ഒരു ചിന്തയോടുകൂടി ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇന്ന് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുചേരണമെന്ന ആഹ്വാനത്തോടെയാണ് പരിപാടി അവസാനിച്ചത്.